राधा माधवा जयो कुंज बिहारी जय गोपी जनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो व्रजनरंजना जयो जयो यमुनतीरवनचारि जयो कुञ्ज विहारी जयो हरे कृष्ण 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 हरे 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 राम 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 हरे 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 जयो जगन्नाथ जयो जगन्नाथ बलदेवा जय सुभद्रा भाई जयो जयो गौरांगा जयो गौरांगा गौरांगा जयो गौरांगा जयो जय जय प्रभुपाद 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 जय जय प्रभुपाद जय प्रभुपाद 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 जय जय गुरुदेव 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 जय जय गुरुदेव जय गुरुदेव हरिनाम संकीर्तन महायज्ञ की ग्रंथराज श्रीमद् भागवत भगवद गीता पढ़ने की श्रीला प्रभुपाद की श्रील गुरुदेव की गौर प्रमाण देव हरि ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय
നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജായമുദീരയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ അത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്ര പാപമഹം വന്ദേ ശ്രീഗുരു ദീനദാരം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 10-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം 25-ാമത്തെ ശ്ലോകം. 10-5-25 ശ്രീമദ് ഭാഗവതം. നന്ദ വാസുദേവ സംഗമം എന്നുള്ള അധ്യായത്തിൽ 10-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകമാണ് ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടും. ഞാൻ വായിക്കാം, ഭക്തമരേറ്റി പറയുക. നൈകത്ര പ്രിയ സംവാസ നൈകത്ര പ്രിയ സംവാസ സുഹൃദാം ചിത്രകർമ്മണ സുഹൃദാം ചിത്രകർമ്മണ ലോകേന വ്യൂഹമാനാനാ ലോകേന വ്യൂഹമാനാനാ പ്ലവാനാം സോത്രസോ യഥാ പ്ലവാനാം സോത്രസോ യഥാ നൈകത്ര പ്രിയ സംവാസ നൈകത്ര പ്രിയ സംവാസ സുഹൃദാം ചിത്രകർമ്മണ സുഹൃദാം ചിത്രകർമ്മണ യോഗേന വ്യൂഹമാനാനാ യോഗേന വ്യൂഹമാനാനാ പ്ലവാനാം സോത്രതോ തദാ പ്ലവാനാം സോത്രസോ യഥാ നൈകത്ര പ്രിയ സംവാസ സുഹൃദാം ചിത്രകർമ്മണ യോഗേന വ്യൂഹമാനാനാ പ്ലവാനാം സോത്രസോ യഥാ. നൈകത്ര പ്രിയ സംവാസ സുഹൃദാം ചിത്രകർമ്മണ യോഗേന വ്യൂഹമാനാനാ പ്ലവാനാം സോത്രസോ യഥാ. മാതാജി ആരെങ്കിലും. നൈകത്ര പ്രിയ സംവാസ സുഹൃദാം ചിത്രകർമ്മണ യോഗേന വ്യൂഹമാനാനാ പ്ലവാനാം സോത്രസോ യഥാ. ന ഇല്ല, ഏകത്ര ഒരിടത്ത്, പ്രിയ സംവാസ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒത്തുള്ള ജീവിതം, സുഹൃത സുഹൃത്തുക്കളുടെ, ചിത്രകർമ്മണ പൂർവകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്ന നമ്മുടെ എല്ലാം, ഗോഹേന ശക്തിയാൽ, വ്യൂഹമാനാന വഹിച്ചു കൊണ്ടുപോകപ്പെടുന്ന, പ്ലവാന കമ്പുകളും ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന മറ്റു വസ്തുക്കളും, സ്രോതസഹ നദീതരംഗങ്ങളുടെ യഥാ പോലെ. വിവർത്തനം. മരകഷണങ്ങളും കമ്പുകളും നദിയിലെ അലകളുടെ
ശക്തി പ്രവാഹത്തിൽ ഒന്നിച്ചു നിൽക്കാൻ ആവാതെ ഒഴുകി പോകുന്നു. അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി എത്ര അടുപ്പത്തിലാണെങ്കിലും പൂർവ കർമ്മങ്ങളാലും കാലപ്രവാഹത്താലും ഒന്നിച്ചു കഴിയാൻ ആവുന്നില്ല. ഒന്നുകൂടി. മരക്കഷണങ്ങളും കമ്പുകളും നദിയിലെ അലകളുടെ ശക്തിപ്രവാഹത്തിൽ ഒന്നിച്ചു നിൽക്കാൻ ആവാതെ ഒഴുകി പോകുന്നു. അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി എത്ര അടുപ്പത്തിലാണെങ്കിലും പൂർവ കർമ്മങ്ങളാലും കാല പ്രവാഹത്താലും ഒന്നിച്ചു കഴിയാൻ ആവുന്നില്ല. ഭാവാർത്ഥമേ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. തനിക്കും നന്ദ മഹാരാജാവിനും ഒന്നിച്ചു ജീവിക്കാൻ ആവുന്നില്ലെന്നതിനാൽ ഒന്നിച്ചു ജീവിക്കാൻ ആവുന്നില്ല എന്നതിൽ വിലപിക്കുകയാണ് വസുദേവർ. ഇവിടെ വസുദേവർ നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. എത്ര തന്നെ ഉറ്റ ബന്ധം പുലർത്തിയാലും പൂർവ കർമ്മ ഫലമനുസരിച്ച് കാലപ്രവാഹത്താൽ നാം പല വഴിക്ക് പിരിഞ്ഞു പോകും. ഓം തത്സത് ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരോന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണാരഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹം ലളിതാ ശ്രീവിശാ നിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ ബ്രാഹ്മണ ദേവനായ ഗോവിന്ദായ നമോ നമഃ. വഞ്ചകൽപവനേവോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിചാരിണേ. ശ്രീ അദ്വൈത ഗദാധര ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ നമോ ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം വളരെ നല്ലൊരു ശ്ലോകം. നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ മനോഹരമായ ശ്ലോകം ഞാൻ ശ്രീമദ് ഭാഗവത്തിൽ വായിച്ചപ്പോൾ എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയുണ്ടായി. അതുകൊണ്ടാണ് ഇനിയുള്ള ഒരു ക്ലാസ്സിൽ എനിക്ക് ഈ ചർച്ച ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഭഗവാന്റെ കൃപയാൽ ഇന്നത്തെ ക്ലാസ് ഫോർച്ചുനേറ്റ്ലി എനിക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. ഈ മനോഹരമായ ശ്ലോകം നമ്മുടെ ഭക്തന്മാരായിട്ട് ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക്. ഈ ശ്ലോകം നമ്മുടെ ജീവിതത്തിനെ സ്പർശിക്കുന്നു ആണോ അല്ലേ? എന്താണ്? നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച്, നമ്മളും നമ്മുടെ റിലേറ്റീവ്സും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാവർക്കും റിലേറ്റീവ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളും ഉണ്ട്, അല്ലേ? അപ്പൊ ഈ ശ്ലോകം നമ്മളെ ടച്ച് ചെയ്യുന്ന ശ്ലോകം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഉപമ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ഭാഗവത്തില് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലുള്ള ഉപമയാണ് തന്നത്. എന്താണ്? നമുക്കറിയാം ഒരു നദി, അല്ലേ? നദി അറിയാം.
അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഉപമ പറഞ്ഞത്. ആ നല്ല ഒഴുക്കുള്ള നദിയില് കുറച്ച് കമ്പ്, കുറെ കൊമ്പ്, മരക്കഷണം, കമ്പ്, കൊമ്പ് ഇതൊക്കെ ഒഴുകി പോകുന്നത് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒഴുകി പോകുമ്പോ കുറെ പാറ കഷണങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, പാറയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ വെള്ളത്തിന്റെ ഇടയിൽ കമ്പ്, കൊമ്പ് എല്ലാം കൂടെ ഇടിച്ച് ആ ഒഴുക്കിനകത്ത് ഇങ്ങനെ ഒഴുകി ആ പാറയിൽ ഇടിച്ച് ചിലപ്പോ ഒരുമിച്ച് വന്ന ആ കൊമ്പില് ഒരു കൊമ്പ് ഈ ഭാഗത്തും മറ്റൊരു കൊമ്പ് ഈ ഭാഗത്തും ആയിരിക്കും പോകും അല്ലെ. പിന്നെ ആ കൊമ്പുകൾ പരസ്പരം കണ്ടുമുട്ടും അല്ലെങ്കിൽ ഒന്നിച്ചു ചേരുമെന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? അതുപോലെയാണ് നമ്മുടെ ബന്ധങ്ങൾ എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞത്. ചില ജീവിത വീതിയിൽ നമ്മൾ ചില ആൾക്കാരുമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ച് കണ്ടെന്നിരിക്കും, കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്നിരിക്കും, കുറച്ചു കാലം നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്തെന്നും ഇരിക്കും. പക്ഷേ എന്നേക്കുമായി അത് കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോ പറ്റുമെന്നാണോ പറ്റത്തില്ലെന്നാണോ ഭാഗവതം പറഞ്ഞിരിക്കുന്നത്? ചിലപ്പോ പറ്റും, ചിലർക്ക് പറ്റൂല എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പറ്റത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ സൈസ് ഇവിടെ എടുക്കുന്നത്. ഒരുമിച്ച് എല്ലാ കാലത്ത് എത്ര ഇന്റിമസി ഉണ്ടെങ്കിലും ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇത് നമ്മുടെ എല്ലാവരുടെയും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. പണ്ട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരുന്ന പല ഫ്രണ്ട്സുമായിട്ട് ഇപ്പൊ നമുക്ക് അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് ഒരുപക്ഷെ കാണത്തില്ല. നമ്മുടെ ജീവിതത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന റിലേറ്റീവ്സ് അത്രയും ആ ഒരു ഇന്റിമസിയോടുകൂടി ഒരു പക്ഷെ ഇപ്പൊ നമുക്ക് അടുത്തിടപഴകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കത്തില്ല ഇപ്പൊ ഉള്ളത് അല്ലെ. പലരും ശത്രുരൂപം ധരിച്ചു നിന്നേക്കാം അല്ലെ, ആണോ? അപ്പോ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ട് വേദനിക്കും, ആണോ അല്ലേ? വേദനിക്കുമില്ലേ? ആ വേദന ഉള്ളവർക്ക് ഉത്തരമാണ് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം. അങ്ങനെ വേദന ഉണ്ടെങ്കിൽ ഈ ശ്ലോകം വായിച്ച് ആത്മനിർവൃതി അടയാൻ നമുക്ക് കഴിയും. കാരണം എന്ത്? ഇത് നമുക്ക് മാത്രം ഉണ്ടായ ഒരു സിറ്റുവേഷൻ അല്ല. നമുക്കൊരു അപകടം പറ്റിയാൽ നമ്മൾ എത്തി നോക്കും. ഇതേ അപകടം ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ആശ്വാസം. നമുക്ക് അപകടം പറ്റിയതിൽ വിഷമമുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് ഇതേ അപകടം പറ്റിയതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു സമാധാനം. ഞാൻ മാത്രമല്ലല്ലോ ദുഃഖിക്കുന്നത്, എന്നെപ്പോലെ ദുഃഖിക്കുന്ന വേറെയും കുറെ ആൾക്കാരുണ്ടല്ലോ, അതിലൊരു ആശ്വാസം. എന്നതുപോലെ ഈ ശ്ലോകം വായിച്ചപ്പോൾ എനിക്കും അതേപോലെ ഒരു ആശ്വാസം. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ. എന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്റെ പണ്ടത്തെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഈ ശ്ലോകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇത് എന്റെ മാത്രമല്ല, ഈ ലോകത്തിന്റെ അവസ്ഥ ഇതാണ് എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, അയ്യോ ഇത് തന്നെയല്ലേ ശ്രീമദ് ഭഗവത്ഗീതയിലെ തുടക്കത്തിലും പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ ഇതല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. എങ്ങനെയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്? ഭഗവത്ഗീത തുടങ്ങുമ്പോൾ അർജുനന്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരാണ്? അദ്ദേഹത്തിന്റെ സ്വന്തം ഫ്രണ്ട്സ്, സ്വന്തം റിലേറ്റീവ്സ്, ഹൃദയ ബന്ധം കൊണ്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോ അർജുനന്റെ എവിടെ നിൽക്കുന്നു? ഓപ്പോസിറ്റ് നിൽക്കുന്നു. അത് അർജുനൻ പ്രതീക്ഷിച്ചോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു കോയിൻസിഡന്റ് ആയിട്ട് പറയട്ടെ, ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ഭഗവത്ഗീത ക്ലാസ് എടുത്ത് പേരെടുക്കണം, അവിടെ എത്തിയിരിക്കുന്നത് ഇതേ മുഹൂർത്തത്തിലാണ്. അപ്പൊ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവിടെ പറഞ്ഞ ഈ ശ്ലോകം ഇവിടെ ഭാഗവതം ക്ലാസ്സിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയണമെന്ന് തോന്നിയാണ് ഞാനിപ്പോ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോ അർജുനൻ കണ്ട ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു നിര അതിനെതിരെ അടികൂടാൻ നിൽക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സമയത്താണ് കൃഷ്ണൻ അർജുനന് ഉപദേശങ്ങൾ നൽകിയത്. ആ ഉപദേശത്തിന്റെ പേരാണ് ഭഗവത്ഗീത അല്ലെ. അപ്പൊ അർജുനന്റെ ഈ വേദനിക്കുന്ന ഹൃദയം ഉള്ള ആരാണോ അവർക്കെല്ലാം ഏത് സൂട്ടായ ഒരു ഉപദേശമാണ്? ഭഗവത്ഗീത സൂട്ടായ ഒരു ഉപദേശം. കാരണം എന്ത്? ഓപ്പോസിറ്റ് ചേരിയിൽ സ്വന്തം ബന്ധുക്കളും സ്വന്തം മിത്രങ്ങളും നിൽക്കുന്നത് കണ്ട അർജുനന് ഹൃദയത്തിലുണ്ടായ വേദന ഉണ്ടാവുകയും ആ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും കർത്തവ്യ നിർവഹണത്തിൽ എന്തു ചെയ്യണം എന്തു ചെയ്യേണ്ട എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാനസിക അവസ്ഥയിൽ കൈയെല്ലാം തളരുകയും മാനസികമായിട്ട് തകരുകയും ചെയ്യുന്ന ആ സിറ്റുവേഷനിൽ കൃഷ്ണൻ ഉപദേശത്തിന്റെ പേരാണ് ഭഗവത്ഗീത. അപ്പൊ ഇതേ മാനസിക അവസ്ഥ ആർക്കൊക്കെ ഉണ്ടോ അവര് അഭയം പ്രാപിക്കേണ്ടത് എന്തിനാണ് ഈ സമയത്ത്? അല്ലാതെ ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ നിൽക്കരുത്. സിറ്റുവേഷൻ സോൾവ് ആവത്തില്ല എന്നാണ് ഇന്നത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്.
ഒടിഞ്ഞു പോയ ഒരു കുടം തിരിച്ചടിക്ക് നന്നാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എങ്ങനെ അടുക്കി വെച്ചാലും ഒരു ഓട്ട അതിനകത്തുണ്ടാവും, അല്ലെ? അത് അടയ്ക്കാൻ പൂർണ്ണമായും പറ്റത്തില്ല. എന്നതുപോലെ നമ്മുടെ ഈ ലോകത്തിലുള്ള ബന്ധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒരിക്കലും നമുക്ക് ആക്കാൻ പറ്റില്ല. കാരണം എന്തെന്ന് ഇന്നത്തെ ശ്ലോകം വിവരിക്കും. എന്താ ശ്ലോകം? മരകഷണങ്ങളും കമ്പുകളും നദിയിലെ ജലപ്രവാഹത്താൽ ആ ശക്തിയിൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റാതെ ചെതറി പോകുന്നത് പോലെ പൂർവ്വജന്മ കർമ്മങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ്. ആണോ അല്ലയോ? ഒരേ വീട്ടിലാണ് പറഞ്ഞതെങ്കിലും ഓരോരുത്തരും വന്നിരിക്കുന്നത് വ്യത്യസ്ത കർമ്മഫലങ്ങളുടെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിയല്ല? അപ്പൊ ആ വ്യത്യസ്ത കർമ്മഫലത്തിന്റെ ഭാഗമായി നമ്മൾ ഒരുമിച്ച് വരണം എന്നുള്ള രീതിയിലുള്ള കർമ്മം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വേറെ കുറെ അനുഭവിക്കാനുള്ളത് ഓരോരുത്തർക്കും വേറെ വേറെ രീതിയിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യസ്തമാണ്, അതാണ് വിഷയം. ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യസ്തമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ എക്സാം അല്ല, അല്ലേ? അതുകൊണ്ട് അവരവരുടെ കർമ്മഫലം അനുസരിച്ച് അവരവരുടെ കർമ്മഫലത്തിന്റെ പുറകെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ എക്സാം എഴുതേണ്ടവർ ആ എക്സാമിനും, ഈ എക്സാം എഴുതേണ്ടവർ ഈ എക്സാമിനും പോവേണ്ടതും. അതുകൊണ്ട് പിരിഞ്ഞേ പറ്റൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗുരു മഹാരാജ് പറഞ്ഞ ഒരു ഉപദേശം, ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ്, അദ്ദേഹം ഒരു ഭാഗവത ക്ലാസ് കേൾക്കാൻ വേണ്ടി ലണ്ടനിൽ വെച്ച് ഗുജറാത്തി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഭാഗവതം ക്ലാസ് ശ്രീല പ്രഭുപാദറിനെ കാണാനിടയായി. അദ്ദേഹം തന്നെയാണ് അതിന്റെ ഓർഗനൈസർ. അദ്ദേഹമാണ് ബാബ പ്രഭുപാദിനെ ഗുജറാത്തി അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചത്. അപ്പൊ ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ആ ലെക്ചറിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണ് ആ ഒരു കാര്യം? അത് നമ്മുടെ ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജന്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരു ചിന്താഗതി അദ്ദേഹം ആ ക്ലാസ്സിൽ വെച്ച് വിതരണം ചെയ്തു. എന്താ ശ്രീല പ്രഭുപാദർ പറഞ്ഞത്? നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ മിത്രങ്ങളെയും നമ്മുടെ റിലേറ്റീവ്സിനെയും പരസ്പരം പല വേദികളിൽ വെച്ച് വീണ്ടും ഒരുമിച്ച് കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കേണ്ടത് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും റിലേറ്റീവ്സിനെ കാണുമ്പോൾ എന്ത് പറയും? നമ്മൾ ന്യായമായിട്ടും പറഞ്ഞു ചോദിക്കും, സുഖമാണോ, അല്ലെ? സുഖമാണോ എന്ന് അങ്ങോട്ടും ഒരു ചോദ്യം, ഇങ്ങോട്ടും ഒരു ചോദ്യം. റെഡിമെയ്ഡ് ഉത്തരം, സുഖം തന്നെ, സുഖം തന്നെ. ഒരു സുഖത്തിലല്ല എന്ന് നമുക്ക് പറയാം. നമ്മൾ അത്യാവശ്യം പാര വെച്ചിട്ടുള്ളത് നമുക്ക് ബോധമുള്ളതുകൊണ്ട് അത്രത്തോളം ഒരു സുഖിക്കുന്നില്ല, നമുക്ക് നല്ല ബോധമുണ്ട്. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ സുഖമാണോ? സുഖം. സുഖമാണോ? സുഖം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. പക്ഷേ അതുകൊണ്ട് 5 പൈസക്കുള്ള ഗുണമില്ല എന്ന് പ്രഭുപാദ് പറയുക. അത് വെറുതെ സമയം പാഴാക്കല. പക്ഷെ യഥാർത്ഥത്തിൽ മറ്റേ സുഖത്തിൽ നിങ്ങൾ വ്യക്തശ്രദ്ധനാണെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം സുഖമാണോ എന്നുള്ള ചോദ്യമാണ്. പകരം നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത് മുതൽ ഇന്ന് വരെയുള്ള ഈ കാലഘട്ടത്തിൽ, കാണാതിരുന്ന ഈ കാലഘട്ടത്തിന് ഇടയിൽ ആധ്യാത്മികമായി നിങ്ങൾ എത്രത്തോളം ഇംപ്രൂവ് ആവാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു? ഇതാണ് ചോദിച്ചത്. അപ്പൊ അനീഷ് പ്രഭുവിനെ ഞാൻ വീണ്ടും, അനീഷ് പ്രഭുവിന്റെ ദിശ പേര് അനന്തമയ രാധാപതി പ്രഭുവിനെ ഞാൻ വീണ്ടും കാണുമ്പോ ഞാൻ ചോദിക്കേണ്ടത്, പ്രഭു സുഖം തന്നെ എന്ന് മാത്രം ചോദിച്ച് നിർത്തിക്കളയും. ഉടനെ ചോദിക്കണം, പ്രഭു അന്ന് പ്രഭു വായിച്ചുകൊണ്ടിരുന്ന ശ്രീമദ് ഭാഗവതം എത്രാമത്തെ ചാപ്റ്ററാണ്? ഇന്ന് പ്രഭു എത്രാമത്തെ ചാപ്റ്റർ വരെ എത്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് എത്ര മാല ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുന്നു? ഇന്ന് എത്ര മാല ജപിക്കാൻ പറ്റുന്നുണ്ട്? അന്ന് മംഗളാരതിക്ക് മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ മടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങളും ചർച്ചകളും ആണ് ചെയ്യേണ്ടത്. നമ്മൾ ചോദിക്കും, അന്ന് ഏത് പ്രസാദം കഴിച്ചു, ഇന്ന് ഏത് പ്രസാദം കഴിച്ചു, അത് നമ്മൾ ചിലപ്പോൾ ചോദിച്ചിട്ടില്ല. പക്ഷെ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കും. പക്ഷേ ശ്രീല പ്രഭുപാദർ ചോദിച്ചത്, നമ്മൾ സുഹൃത്തുക്കളെ, ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ ഒരുമിച്ച് വീണ്ടും കാണുമ്പോൾ ആധ്യാത്മികമായി നമ്മൾ അന്ന് കാണുമ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലായിരുന്നു, അതിൽ നിന്നും നിങ്ങൾക്ക് പുരോഗതിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ? ഇതാണ് ചോദിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അന്ന് വൃന്ദാവൻ ധാമിൽ മാത്രമല്ലേ പോയിരുന്നുള്ളൂ. ഇപ്പൊ മായാപൂർ കവർ ചെയ്തോ? ജഗന്നാഥപുരി ധാമിൽ പോകാൻ കഴിഞ്ഞോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നുണ്ടോ? ഇങ്ങനത്തെ ചോദ്യം കൂടെ നമ്മൾ ചോദിക്കണം. സ്പിരിച്വലി അവർ എത്രത്തോളം ഡെവലപ്പായി എന്നും കൂടെ ചോദിക്കണം. എങ്കിൽ മാത്രമേ അത് യഥാർത്ഥ സ്നേഹമാകുന്നുള്ളൂ. അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം അല്ലെന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. ഇത് കേട്ടപ്പോ ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് അദ്ദേഹത്തിന്റെ ലൈഫില് ഇങ്ങനെ ഒരു സുഖാന്വേഷണം ചോദിക്കേണ്ടതുമാണ് എന്ന് പോലും ഇത്രയും കാലം ആരും പറഞ്ഞു തന്നിട്ടില്ല. പ്രഭുപാദ് വ്യത്യസ്തനായ രീതിയിലാണല്ലോ
നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് തുറക്കുകയാണ് ഉണ്ടായത്. ശ്രീല പ്രഭുപാദന്റെ ലൈഫില് അദ്ദേഹം എത്രയോ ലെക്ചർ എടുത്ത് കാണും. പക്ഷെ ഈ ലെക്ചറിലൂടെ ഒരു ഉഗ്രൻ ഭാഗവതനെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് തന്നെ പറയാം. നമ്മുടെ ഗുരുമഹാരാജ് വളരെ സീരിയസ് ആയിട്ട് അത് എടുക്കുകയും ആ ശ്രീമദ് ഭാഗവതം ജീവിതകാലം മുഴുക്കെ ഒരു വ്രതമായി ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് പഠിക്കാനും തുടങ്ങിയത് ഈ പ്രഭുപാദന്റെ ഈ ലെക്ചറിലൂടെയാണ്. അതിനു മുമ്പും അത് ബാബമാരെ കുറിച്ചൊക്കെ നമ്മുടെ ഗുരുമാരാൻ അറിയാമെങ്കിലും ഇങ്ങനെ അകക്കണ്ണ് തുറക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൂ എടുത്തു തന്ന പ്രഭുപാദന്റെ ഒരു സ്വാധീനം ഹിസോൺലസ് മഹാവിഷ്ണു ഗോസ്വാമിമാരായന് ഉണ്ടാവുക തന്നെ ചെയ്തു. എന്നതുപോലെ ഇന്നത്തെ ഈ ശ്ലോകത്തിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ യാദർച്ഛികമായിട്ട് കുറച്ചു കാലം ഒരുമിച്ച് വന്നവർ മാത്രമാണ്. എന്നേക്കുമായി നമ്മൾ ഒരുമിച്ചിരിക്കത്തില്ല. എന്നാൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കൂടെ എന്നുമുള്ള ഒരാളുണ്ട്. ആരാണത്? നമ്മുടെ ഭഗവാനാണ്. അത് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഒരേ ഹൃദയത്തിൽ തന്നെയാണ് നമ്മളാകുന്ന ആത്മാവ് ഉള്ളത്. അതേ ഹൃദയത്തിൽ തന്നെയാണ് പരമാത്മാവും ഉള്ളത്. ലോകത്ത് സമസ്ത ബന്ധങ്ങളും സുഹൃത്തുക്കളും നമ്മളെ വിട്ടു പോകുന്ന ഒരു കാലം വരും എന്നാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്നും എത്ര കോടി ജന്മമായാലും നമ്മൾ ഫോളോ ചെയ്യാൻ ഒരു സുഹൃത്ത് നമ്മുടെ ഒപ്പം ഉണ്ട്. ആ സുഹൃത്തിന്റെ പേരാണ് ആരാണ്? പരമാത്മാവ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ സുഹൃത്തിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അന്വേഷിക്കുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ, കേൾക്കുന്നുണ്ടോ, നമ്മുടെ ജീവിതം ശരിക്കും ഒരു പാഴായിട്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ സുഹൃത്തുക്കൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ ചോദിക്കണം, നേരത്തെ ഉള്ളതിനേക്കാളും ഇപ്പോൾ ആധ്യാത്മികമായി എത്രത്തോളം നിങ്ങൾ വികാസം പ്രാപിച്ചെന്ന് ചോദിക്കും. കാരണം എന്ത്? ഈ സുഹൃത്ത് മാത്രമേ നമ്മളെ രക്ഷിക്കത്തുള്ളൂ. നമ്മളാകുന്ന വ്യക്തി കുറെ കാലം നമ്മൾ അടുത്ത് കാണും, ഒരു സമയമാകുമ്പോൾ നമ്മൾ പോകും. അപ്പൊ നമ്മുടെ കൂടെ ഒപ്പം എന്നുള്ള ആളിനെ ആ ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നുവോ അതാണ് യഥാർത്ഥ സ്നേഹം. അല്ലെങ്കിൽ അതെല്ലാം വെറുതെ വേലകൾ മാത്രമാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണോ ആ അർത്ഥത്തിനെ സമർത്ഥീകരിക്കുന്ന ശ്ലോകമാണ് ഇന്ന് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ശ്ലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? നമ്മുടെ എല്ലാവരുടെയും പല ചോദ്യത്തിനും ഉത്തരമല്ലേ ഈ ശ്ലോകം? അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, താൽക്കാലികമായി ഒന്നിച്ചു വന്ന നമ്മൾ പരസ്പരം സ്പിരിച്വലായിട്ട് ഉയരാൻ വേണ്ടി പരസ്പരം സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്യ പൂർണ്ണമാകുന്നത് ചാണക്യ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് 4 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ്. എന്താണ്? കാൽഭാഗം മാത്രമേ ഗുരുമുഖത്ത് നിന്ന് കിട്ടത്തുള്ളൂ. ഒരു വിദ്യയുടെ കാൽഭാഗം മാത്രമേ ഗുരുമുഖത്ത് നിന്ന് കിട്ടത്തുള്ളൂ. കാൽഭാഗം. ബാക്കി കാൽഭാഗം, ബാക്കി 3/4 ഭാഗം വേറെ ഉണ്ട്. കാൽഭാഗം ഗുരുമുഖത്ത് നിന്ന് കിട്ടി. കാൽഭാഗം 4 ഭാഗം കൂടെ ചേർത്ത 1 ഫുള്ള്. കാൽഭാഗം ഗുരു. മറ്റൊരു കാൽഭാഗം അധ്യായം. കുത്തിയിരുന്ന് വായിക്കണം. അധ്യായം. കുത്തിയിരുന്ന് നാമം ജപിക്കണം. അധ്യായം. വെളിയിൽ നിന്ന് ആരും നമ്മളെ സഹായിക്കേണ്ടതില്ല. നമ്മൾ മാത്രം നമ്മളെ സഹായിച്ചാൽ മതി. കാൽഭാഗം ഗുരു തന്നു. മറ്റൊരു കാൽഭാഗം സ്വയമേ ഉണ്ടാക്കണം. കുത്തിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഭക്തി പ്രാക്ടീസ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭക്തി പ്രാക്ടീസ്. അതാണ് കാൽഭാഗം. അതാണ് അധ്യായം. ഒറ്റയ്ക്കുള്ള നാമജപം, ഒറ്റയ്ക്കുള്ള ഭാഗവത വായന, ഒറ്റയ്ക്കുള്ള ക്ഷേത്ര ദർശനം, ഇതെല്ലാം കാൽഭാഗത്തിൽ ഉൾപ്പെടും. അപ്പൊ ആരെയായോ? മറ്റൊരു കാൽഭാഗം എങ്ങനെ? അത് സഹപാഠികളിൽ നിന്നും ചർച്ച ചെയ്ത് മറ്റൊരു കാൽഭാഗം നേടണം. സഹപാഠികൾ എന്ന് പറയുമ്പോൾ ഒരേപോലെ യാത്ര ചെയ്യുന്ന സമകാലീനം. അതാണ് നമ്മുടെ സുഹൃത്തുക്കൾ, അതാണ് നമ്മുടെ ബന്ധുക്കൾ. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതേ ഭൂമിയിൽ നമ്മുടെ ചുറ്റുവട്ടം പൂർവ്വജന്മ കർമ്മഫലം അനുസരിച്ച് ഒരുമിച്ച് കൂടിയ നമ്മൾ ഓരോരുത്തരും ആ കുറഞ്ഞ സമയത്ത് മാത്രമേ നമ്മൾ ഒരുമിച്ചിരിക്കത്തുള്ളൂ. ആ ഒരുമിച്ചുള്ള സമയം നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ചർച്ചകളിൽ പരസ്പരം സഹായിക്കണം. കാരണം എന്ത്? ഈ കാൽഭാഗം 1 വേ ട്രാഫിക് അല്ല. ഒരാൾ കൊടുത്തു മറ്റേയാൾ വാങ്ങിച്ചു അല്ല. പരസ്പരമാണ് കിട്ടുന്നത്. അപ്പോ പരസ്പരം ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും കൊടുക്കാൻ പറ്റും, റിയലൈസേഷൻ ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. കൊടുത്താലേ കിട്ടൂ, കൊടുക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ. അപ്പൊ നമ്മൾ ഒരു ഡിസ്കഷന് ഏകപക്ഷീയമാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾ നമ്മുടെ നിന്ന് മാറിട്ടു. നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അയാൾ വീണ്ടും നമ്മൾ ഒരുമിച്ച് വരത്തുള്ളൂ, അല്ലെ? എന്നതുപോലെ മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥ എന്തച്ച മാം നിത്യം തുഷ്യം നീച്ച രമന്തിച്ച. പരസ്പരം ഒരുമിച്ച് വന്നാൽ ആനന്ദിക്കാൻ എന്താണ് മാർഗം? ഭഗവാനെ കുറിച്ചുള്ള ചർച്ചയിൽ മാത്രമേ ആനന്ദിക്കാൻ പറ്റൂ എന്ന് ശ്രീമദ് ഭഗവത്ഗീത
ചതുർശ്ലോകി ഭൗതികതയില് ഈ ശ്ലോകത്തിൽ മച്ചിത്ത മദ്ഗത പ്രാണ എന്നുള്ള ഈ ശ്ലോകത്തിൽ പറയും. പരസ്പരം, അതായത് എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളും. എന്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. എന്നെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കും. നമുക്ക് സംതൃപ്തിയാണോ ഈ ലോകത്ത് വേണ്ടത്? നമുക്ക് ആനന്ദമാണോ ഈ ലോകത്ത് വേണ്ടത്? എങ്കിൽ പരസ്പരം ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാൻ പറ്റും, പരസ്പരം ഒരുമിച്ചിരുന്ന് ആനന്ദിക്കാൻ പറ്റും. പരസ്പരം നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളുടെ കൂടെ അല്ലേ? നമ്മൾ പരസ്പരം ഒരുമിച്ചിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളുടെ കൂടെ അല്ലേ? എന്നാൽ അവിടുത്തെ ടോപ്പിക്ക് എന്താ? അത് കൃഷ്ണനെ കുറിച്ചുള്ള ടോപ്പിക് ആണെങ്കിൽ അവിടെ സംതൃപ്തി ഉണ്ടാവും, അവിടെ ആനന്ദം ഉണ്ടാവും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഉള്ളതെല്ലാം സമയം പാഴക്കലാണെന്നാണ് ശ്രീല പ്രഭുപാദർ നേരത്തെ ഉള്ള ചർച്ചയിൽ പറഞ്ഞത്. അപ്പൊ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാനെ കുറിച്ചുള്ള റിയലൈസേഷൻ പങ്കുവയ്ക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതാ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കണ്ട ഒരു നല്ലൊരു റിയലൈസേഷൻ ആയ ഈ ശ്ലോകം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അല്ലെ. നാളെ വേറൊരു ഡിവോട്ടിയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹം വായിച്ച ഭാഗത്തിൽ നിന്നും ഏറ്റവും നല്ലൊരു കടഞ്ഞെടുത്ത അല്ലെ വെണ്ണ നമുക്ക് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ വിദ്യ മൂന്നാമത്തെ പാദമായ കാൽഭാഗം നമുക്ക് കിട്ടുന്നത്. വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, നമ്മുടെ രാധാ നീലമാധവ സത്സംഗം അല്ലെ, എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം ഓൺലൈൻ ആയിട്ടുള്ള ടെക്നോളജി അടക്കം ഉപയോഗിച്ച് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം തുടക്കം മുതൽ 18,000 ശ്ലോകവും ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോധദീപ്തരാകുവാൻ വേണ്ടി നമ്മളൊരു സംവിധാനം അല്ലെ രാധാ നീലമാധവ സത്സംഗം ഭഗവാൻ സഹായിച്ചു ഒരുക്കിയിട്ടുണ്ട്. സൂമിൽ നമുക്ക് ശ്രീമദ് ഭാഗവതം ക്ലാസ് എല്ലാ ദിവസവും 8 മുതൽ 9 വരെ അവൈലബിൾ ആണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതിന്റെ ലിങ്കുകൾ വരാറുണ്ട്. ഒരുപാട് ഡ്യൂട്ടീസ് അതിന്റെ ഗുണം കൊയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഡ്യൂട്ടിമാരുടെ ക്ലാസ്സിലൂടെയാണ് നമുക്ക് മറ്റൊരു കാൽഭാഗം, മൂന്നാമത്തെ കാൽഭാഗത്തിൽ. ഓക്കെ, ഇനിയൊരു കാൽഭാഗമോ അതെങ്ങനെ കിട്ടും? അത് കാലക്രമേണ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കാലക്രമേണ ഇത് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോയാൽ ഗുരു പറഞ്ഞ കാര്യം അംഗീകരിച്ച് ഗുരു പറഞ്ഞ ക്ലൂ മനസ്സിലാക്കി സ്വാധ്യായം ചെയ്തുകൊണ്ട് പരസ്പരം ഡ്യൂട്ടിമാരുടെ കൂടെ, റിലേറ്റീവ്സിന്റെ കൂടെ, ബന്ധുക്കളുടെ കൂടെ ഭഗവാന്റെ കൃഷ്ണനെ കുറിച്ചും ശ്രീമദ് ഭാഗവതനെ കുറിച്ചും ചർച്ചകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ കാലം കഴിഞ്ഞു പോകുമ്പോൾ കാലക്രമേണ മറ്റൊരു വിട്ടുപോയ ഒരു കന്യായ കാൽഭാഗം കൂടെ നമുക്ക് കിട്ടുമെന്ന്. അതിനർത്ഥം ബന്ധുക്കൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണെന്നും അത് നിരന്തരം ചെയ്യണമെന്നും കൂടെ അതിനർത്ഥമുണ്ട് അല്ലെ. നിർത്തിക്കളയരുത്, ഒരു ദിവസം ചർച്ച ചെയ്ത് നിർത്തി അല്ല, നമ്മൾ വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേ മറ്റൊരു കാൽഭാഗം, നാലാമത്തെ കാൽഭാഗം കിട്ടത്തുള്ളൂ. അപ്പൊ വീണ്ടും നമ്മൾ റിയലൈസേഷനിലേക്ക് തിരിച്ചു വരാം. ഒരുമിച്ച് വരുമ്പോൾ ഭക്തന്മാര് എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ് അതിനർത്ഥം. ഒരുമിച്ച് വരേണ്ടതുണ്ട്. എന്തിനാണ്? ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഒരുമിച്ച് വരേണ്ടത്. അതാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്യുന്നത് എല്ലാം സമയം അപഹരിക്കുന്നതാണ്. അതെങ്ങനെ മനസ്സിലാക്കും? ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് മകനോട് ഭയങ്കര സ്നേഹം. അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് മകന് ഒന്ന് കാണാൻ പോകും. മകനാണെങ്കിൽ മറ്റന്നാൾ എക്സാമാണ്. മകന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും ദിവസം ഒന്നും പഠിച്ചിട്ട് മകന്റെ സ്റ്റൈൽ അനുസരിച്ച് അവസാന നിമിഷമാണ് പഠിത്തം. അവസാന നിമിഷം വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മകന്റെ അടുത്ത് അമ്മ വന്ന് ഇരുന്ന് സ്നേഹത്തോടെ തലോടുന്നതും ചർച്ച ചെയ്യുന്നതും കഥ പറയുന്നതും യഥാർത്ഥത്തിൽ അമ്മ മകനെ സ്നേഹിക്കുകയാണോ ദ്രോഹിക്കുകയാണോ ചെയ്യുന്നത്? അമ്മ സ്നേഹത്തോടെയാണ് വന്നിരിക്കുന്നത്. അമ്മയുടെ മനസ്സിൽ അത് സ്നേഹം തന്നെയാണ്. പക്ഷേ പരീക്ഷ അടുത്തെത്തിയ മകന് ആ പരിചരണമല്ല വേണ്ടത്. മകന് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ അനുവദിക്കുകയാണ് സ്നേഹമുള്ള അമ്മ ചെയ്യുന്നത്. ശരിയല്ലേ? ഇത് പറയാൻ കാരണം ഞാൻ അവസാന നിമിഷം പഠിക്കുന്ന വ്യക്തിയാണ്. അവസാന നിമിഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ അന്നത്തെ കാലത്ത് ചായയും കൊണ്ടുവരും. സ്നേഹത്തോടെയാണ് ചായ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്നതിന്റെ കൂടെ 2 ലൈൻ പറയുമ്പോൾ ഞാൻ അമ്മയുടെ ദേഷ്യപ്പെടാറ്. യഥാർത്ഥത്തിൽ അമ്മ സ്നേഹമാണ് കാണിച്ചത്. പക്ഷെ ഞാൻ ദേഷ്യപ്പെടാൻ കാരണം ചേച്ചിക്ക് അറിയാം, ഞാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങ് ദേഷ്യപ്പെടും. ചായ അല്ല, പാലാണ്. ശരി, അതെ, പാലാണ്. ഞാൻ മനസ്സിലാകാതെ ഭാഷയിൽ പറഞ്ഞു. അപ്പോ ആ ഒരു പാല് അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി മകന് വേണ്ടി സ്നേഹത്തോടെ കൊണ്ടുവരികയാണ്. അമ്മ കൊണ്ട് തരുന്നു, അത് വാങ്ങിച്ചു വെച്ചു. പക്ഷെ അമ്മ അതിന്റെ ഇടയിൽ 2 ലൈൻ സ്നേഹത്തോടെ സംസാരിച്ചു. അത് മകന് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ത്? മകന്റെ എക്സാമിന് ഡേറ്റ് ഫിക്സ് ആയി, ഇതൊന്നും പഠിച്ചില്ല, ചെവിയിൽ നിന്ന് പുക വന്നിരിക്കുകയാണ്. അപ്പൊ കഥ പറയാനോ സൽക്കരിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ആ ദേഷ്യം.
എന്നതുപോലെ ജീവിതത്തിന്റെ പരീക്ഷയാകുന്ന മരണത്തിൽ ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന ഈയമ്പാറ്റകളെ പോലുള്ള നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്ത് സാധാരണ രീതിയിൽ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളെല്ലാം പരീക്ഷ അടുത്തിരിക്കുന്ന നമ്മളോട് അമ്മ വന്ന് സ്നേഹം പറയുന്നത് പോലെയാണ്. നമുക്ക് അവരുടെ ഒപ്പം ചിരിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരും. നമ്മൾ അവര് കാണിക്കുന്ന തമാശ കണ്ട് നമുക്ക് അവരെ പോലെ ആനന്ദിക്കാൻ കഴിയത്തില്ല. ജീവിത ലക്ഷ്യം മനസ്സിലാക്കിയ ഒരു ഭക്തന് ഓഡ് മാൻ ഔട്ടാണ്. സാധാരണ തമാശകളൊന്നും നമുക്ക് തമാശ തോന്നുന്നില്ല. എന്നാൽ ഭക്തന്മാരുടെ ഇടയിലുള്ള തമാശകളില്ലേ, അയ്യോ, ഒരു സിനിമ നടക്കും, അത്രയ്ക്കും നല്ല തമാശകൾ ഭക്തന്മാർക്കിടയിലുള്ള ലീലകളിലുണ്ട് തന്നെ. ഭക്തന്മാരിതാ അടുത്ത ഉത്സവത്തിന് ഒരു നാടകമൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. നല്ല തമാശയുള്ള കുറെ നാടകങ്ങളൊക്കെ ഉണ്ട്. ഭക്തന്മാർ തമ്മില് തമാശയേ ഉള്ളൂ, അത് വേറെ കാര്യം അല്ലെ. അപ്പോ ഡാൻസ് ഇല്ലേ, പാട്ടില്ലേ, പ്രസാദമില്ലേ, ഇതല്ലേ എല്ലാ ലോകത്തിലെയും എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഡാൻസ് എവിടെ പോയാലും പിക്നിക്ക്, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഡാൻസ് വേണം, പാട്ട് വേണം അല്ലെ, പിക്നിക്ക് വേണം, നല്ലവണ്ണം ശാപ്പാട് വേണം. ഇതെല്ലാം ഇവിടെയും ഉണ്ട്. കുറച്ച് മാറിയാണെന്നേ ഉള്ളൂ, ഇച്ചിരി മാറിപ്പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ അതിലാണ് യഥാർത്ഥ. അതായത് മഹാഭാരതം എന്ന് വെച്ചാൽ എന്താണ്? മഹാഭാരതം മണ്ണിന് വേണ്ടിയുള്ള അടി. രാമായണം എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണിന് വേണ്ടിയുള്ള അടി. ഇതല്ലേ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഈ രണ്ട് സാധനത്തിനാണ് അടി. മണ്ണിന്, പെണ്ണിന്, പണത്തിന്, മണ്ണെന്ന് പറഞ്ഞാൽ പണം, സ്വത്ത്, അതിനു വേണ്ടി അടി. മറു സൈഡിൽ പെണ്ണിന് വേണ്ടി അടി. ഇത് തന്നെയാണ് ഈ ലോകം മുഴുവൻ നടക്കുന്നത്. എന്നാൽ മറ്റുള്ള സ്ഥലത്തുള്ള അടിയെല്ലാം കേട്ട് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ നരകത്തിൽ പോകുമ്പോ അതേപോലെ ഒന്ന് മാറി അതേ സ്വത്തിനും പെണ്ണിന് വേണ്ടിയുള്ള അടിയായ മഹാഭാരത രാമായണം വായിച്ചാൽ നമ്മൾ വൈകുണ്ഠത്ത് പോകും. ഇതാണ് വ്യത്യാസം. ഒരേ പരിപാടിയാണ്, പക്ഷെ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് കൃഷ്ണ സംബന്ധ വിഷയങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ് വ്യത്യാസം. മറ്റത് സെൽഫ് സെന്റേർഡും മറ്റത് കൃഷ്ണ സെന്റേർഡുമാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഹേ അർജുന, നീ എന്ത് ഭുജിക്കുന്നുവോ അത് എനിക്കായി അർപ്പിച്ച് ചെയ്യും. നീ എന്ത് ദാനം ചെയ്യുന്നുവോ അത് എനിക്കായി അർപ്പിച്ച് ചെയ്യും. നീ എന്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവോ അത് നീ എനിക്കായി അർപ്പിച്ച് ചെയ്യും. എങ്കിൽ അതിന്റെ പാപം നിനക്ക് അവയ്ക്കുകയില്ല. അതല്ല, സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയാണ് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതെങ്കിൽ അടമണയാ, നീ പാപമാണ് എടുത്ത് തിന്നുന്നത്. അത് ഈ ജന്മത്തിലും നിന്നെ പാപം അവയ്ക്കുകയും പൂർവ്വജന്മത്തിൽ പാപവും അവയ്ക്കും. എന്നാൽ നീ കഴിക്കുന്ന അതേ ആഹാരം കഴിച്ചോ, അത് ഭഗവാനെ നിവേദിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് ഈ ജന്മത്തിനും നമ്മളെ പ്യൂരിഫൈ ചെയ്യും, പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിനെ കൂടെ പ്യൂരിഫൈ ചെയ്യും. ഈ തത്വജ്ഞാനമാണ് ജന്മകർമ്മ ചമേ ദിവ്യം എന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത്. കൃഷ്ണൻ സംബന്ധിക്കുന്ന വിഷയങ്ങളും നമ്മുടെ ജന്മങ്ങളും ഭഗവാന്റെ ജന്മങ്ങളും കർമ്മങ്ങളും എല്ലാം കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ജന്മവും കർമ്മവും പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. അത് കേൾക്കാത്തിടത്തോളം കാലം നമ്മൾ വീണ്ടും കർമ്മഫലത്തിൽ ബന്ധനായി പോകും. അത്രയേ ഉള്ളൂ. അപ്പൊ ഒരേ സംഭവം, ആഹാരം കഴിച്ചോളൂ, ഉറങ്ങിക്കോളൂ, പരസ്പരം ഫ്രണ്ട്സും റിലേറ്റീവായിട്ട് കറങ്ങി നടന്നോളൂ, പക്ഷെ സംഭാഷണം ചെയ്തോളൂ. പക്ഷെ ഇതിന്റെ എല്ലാം സെന്ററിൽ എന്തുണ്ടായിരിക്കണം? കൃഷ്ണനുണ്ടായി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പണ്ടൊരിക്കൽ നമ്മുടെ ഇസ്കോണിലെ നമ്മുടെ ഒരു ഡിവോട്ടി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മള് പാറശാലയിൽ വെച്ച് ഒരു സെമിനാർ നടത്തി. ഒരു തമാശ, ചിരിക്കണം കേട്ടല്ലേ, മറക്കാം. അപ്പൊ ആ ഒരു സെമിനാറിന്റെ ഇടയിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനെല്ലാം ടീമായിട്ട് തിരിച്ചിട്ട് ഓരോ ടോപ്പിക്കിനെ കൊടുത്ത് സംസാരിപ്പിച്ചു. അപ്പൊ സംസാരിച്ചിട്ട് ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടീമിനെ പരസ്പരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോ നമ്മുടെ വീട്ടില് എന്തൊക്കെ ഫർണിച്ചർ ഉണ്ട് എന്നൊക്കെ ഒരു ചർച്ച വന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, അതുണ്ട്, ഇതുണ്ട്, ടി വി ഉണ്ട്, മറ്റേ ഫ്രിഡ്ജ് ഉണ്ട്, അത് ഉണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കൂട്ടത്തിൽ എന്നെ കണ്ട അല്പ ചൊറിയുള്ള ഒരു ഡോട്ട് അത് വെച്ചിട്ട് വീട്ടിന്റെ സെന്ററിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോ പല ഡ്യൂട്ടിയും പറഞ്ഞ് വീട്ടിന്റെ സെന്ററില് പൂജാമുറിയുണ്ട്, അൾത്താറുണ്ട്, പൂജ സെറ്റ് ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അപ്പൊ എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ടി വി ഉണ്ട്, മറ്റേ ഫ്രിഡ്ജ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ടി വിയിൽ കയറി പിടിച്ചു. വീട്ടിന്റെ നടുക്ക് നിങ്ങൾ എന്ത് വെച്ചിരിക്കുകയാണ്? ടി വി വെച്ചിരിക്കുകയാണ് അല്ലേ എന്ന് പറഞ്ഞ് എല്ലാരെയും കൊണ്ട്, ഓ ഇതേ ഡ്യൂട്ടി ഒന്നും അല്ല,
വീടിന്റെ ഫ്രണ്ടിൽ എന്ത് വേണം? അൾത്താറാണ് വേണ്ടത്. ഇപ്പൊ എന്താണ് വെച്ചിരിക്കുന്നത്? TV വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു TV വെച്ചിരിക്കാൻ എല്ലാവരും കൂടെ ചിരിച്ച് കളിയാക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു TV വെച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. TV ഞങ്ങൾ പണ്ടേ മേടിച്ച TV ആണ്. പക്ഷെ ഞങ്ങൾ ഭക്തിയിൽ വന്നതിന് ശേഷം ഓൺ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ചിരിക്കൂ, ആരും ചിരിക്കാൻ തോന്നുന്നില്ലേ? പക്ഷേ സത്യം പറയട്ടെ, അന്നത്തെ ആ ഒരു ക്ലാസ്സില് എന്നെ കളിയാക്കിയ ആള് എന്നെ മുള്ളിൽ നിർത്തി എന്നെ മാനം കെടുത്തി കേട്ടോ. പക്ഷെ ഞാൻ തിരിച്ച് ആ TV ഓൺ ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും തിരിച്ച് ചിരിച്ചു. ഇന്നാരും ചിരിക്കില്ല, ചീറ്റിപ്പോയി. പക്ഷെ അന്ന് എല്ലാവരും ചിരിച്ചു. കാരണം എന്ത്? ആ TV ഓൺ ചെയ്യാറില്ല. ഭക്തിയിൽ വരുന്നതിന് മുമ്പ് TV ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഓൺ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് നമ്മള് വീട്ടിന്റെ സെന്ററായി വയ്ക്കേണ്ടത്? ഭഗവാനെയാണ് വയ്ക്കേണ്ടത്. എന്നാൽ വീടുകളിൽ, ഇന്നത്തെ വീടിന്റെ പ്ലാനിൽ എവിടെയെങ്കിലും പൂജാമുറിക്ക് സ്ഥലമുണ്ടോ? പ്ലാനിലില്ല. നമ്മളൊരു ബിൽഡറിന്റെ അവിടെ പോയി വീട് നോക്കാൻ വേണ്ടി ഒരു 10 വീടിന്റെ മോഡൽ എടുത്ത ഒരു വീടിനും എന്തില്ല? പൂജാമുറി ഇല്ല. BHK എന്താ 2 BHK 3 BHK എന്നൊക്കെ പറയണമല്ലാതെ പൂജാമുറിക്ക് വേണ്ടി ഒരു സ്ഥലം അലോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ശരിയല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സെന്ററിൽ എന്തായിരിക്കണം? TV അല്ല വേണ്ടത്, ഭഗവാനാണ് വേണ്ടത്. അപ്പൊ വീട്ടിന്റെ തിരുമുറ്റത്ത് നമ്മൾ ഭഗവാന് സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോവുകയും നമ്മുടെ സുഹൃത്തുക്കളും റിലേറ്റീവ്സിന്റെയും കൂടെ ഡിസ്കഷൻ വരുമ്പോൾ അവിടെയും ഏറ്റവും പ്രാധാന്യം ഭഗവാന്റെ കാര്യത്തിന് ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രീമദ് ഭാഗവത് അനുസരിച്ച് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ല എങ്കിൽ TV ഓൺ ചെയ്ത് വെച്ച വീട് പോലെ തന്നെ ആയി. അതിനകത്ത് നമ്മൾ അത് TV കാണണ്ട എന്നൊന്നും അതിനർത്ഥമില്ല. ഞാനും TV കാണുന്ന ആള് തന്നെ. പക്ഷെ നമ്മുടെ സെന്ററിൽ എന്തായിരിക്കും? നമുക്ക് 24 മണിക്കൂർ ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ വലിയൊരു ശതമാനം ഏതിനു വേണ്ടി മാറ്റിവെക്കും? അധ്യായത്തിന് വേണ്ടി മാറ്റി. അതിലേക്ക് നമ്മൾ നയിച്ചതാരാണ്? നമ്മുടെ ഗുരുവാണ്. ഞാൻ ചോദിക്കട്ടെ, ഗുരു ഇതിലേ പോയാൽ കന്യാകുമാരി എത്തുന്നു പറഞ്ഞു. അത് കേട്ട് അവിടെ തന്നെ നമ്മൾ നിന്ന കന്യാകുമാരി എത്തോ? അതിന് പോയാലേ കന്യാകുമാരി എത്തുള്ളൂ. പോകേണ്ടത് ആരാണ്? നമ്മൾ. അതാണ് അധ്യായം. ഗുരു പറഞ്ഞു നാമം ജപിക്കണം, നമ്മളാണ് ജപിക്കണം. ഗുരു പറഞ്ഞു ശ്രീമദ് ഭാഗവതം വായിക്കും, നമ്മളാണ് വായിക്കുന്നത്. അപ്പൊ ഗുരു പറഞ്ഞത് കൊണ്ടാണ് നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തത്. ശ്രീല പ്രഭുപാദർ പറഞ്ഞല്ലോ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യണം അന്നത്തെ ക്ലാസ്സിൽ. അപ്പോഴാണ് ഗുരു മഹാരാജ് ഏറ്റെടുത്തത് ഭാഗവതം. പിന്നെ ഭാഗവത മഹാരാജ് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്തത്. ആ പഠനമാണ് സ്വാധ്യായം കൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ ക്ലാസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോൾ എന്തായി മാറിയത്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗവത ഡിസ്കഷനിലേക്ക് മാറും. നല്ല രീതിയിൽ സ്വാധ്യായം ചെയ്യുന്ന വ്യക്തിക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും കാണും. അപ്പൊ അങ്ങോട്ട് പറയുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച ആൾക്കാർ ഇങ്ങോട്ടും പറയും. അപ്പൊ അത് അല്ലാത്തൊരു ഒരു ഡിസ്കഷൻ ഒരു വേറെ ലെവലിലേക്ക് പോകും. ഇങ്ങനെ ചെയ്ത് നിർത്തിക്കളയും. ഇങ്ങനെ കണ്ടിന്യൂ ഒരു ലൈഫ് ലോങ് നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? 4ാമത്തെ പാദമായ ആ പരിപൂർണതയുടെ 4ാമത്തെ വിട്ടുപോയില്ലെങ്കിൽ കൂടെ നമുക്ക് അത് അപ്പടി ഏത് പ്രസ്ഥാനമാണ് ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇസ്കോണിന്റെ ശ്രീല പ്രഭുപാദർ ഡിസൈൻ ചെയ്ത ബ്രഹ്മമത് കൊടിയ വൈഷ്ണവ ഗുരു പരമ്പരയുടെ സംസ്കാരം നിങ്ങൾ എടുത്ത് നോക്കിക്കേ. നമ്മുടെ ലൈഫിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിന്റെ സെന്ററിൽ ആരുണ്ട്? കൃഷ്ണനുണ്ട്. അത് ശ്രീല പ്രഭുപാദർ പറഞ്ഞതിനെ പോലത്തെ ആറ്റിറ്റ്യൂഡിലോടുകൂടി റൊട്ടീൻ നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ ലൈഫിൽ ഫ്രണ്ടിൽ ആരുണ്ട്? കൃഷ്ണനുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ വലിയ വലിയ മോട്ടിവേഷൻ സ്പീക്കർമാർ പറയുന്നുണ്ട്, നിങ്ങൾ മോർണിംഗ് റൊട്ടീൻ സെറ്റ് ചെയ്യണം, നിങ്ങൾ ഈവനിങ് റൊട്ടീൻ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. എങ്കിൽ നിങ്ങൾ വലിയ നിലയിലാവും. ആൾറെഡി ശ്രീല പ്രഭുപാദർ റൊട്ടീൻ സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. മോർണിംഗും ഈവനിങ്ങും ഒരു ലൈഫ് മൊത്തം റൊട്ടീൻ സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അത് കറക്റ്റ് ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ ആധ്യാത്മിക ലൈഫ് പ്രാക്ടീസ് ഉണ്ട്. ഈ ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ജീവിതം പരിപൂർണമാക്കാൻ പറ്റും. ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ സിറ്റുവേഷൻ എത്ര മോശപ്പെട്ടതായാലും നമ്മുടെ മരണസമയത്ത് കൃഷ്ണനെ ഓർത്തുകൊണ്ട് മരിക്കാനുള്ള രീതിയിലാണ് നമ്മുടെ സമയം ക്രമങ്ങളെല്ലാം അതേ ചിട്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. നമ്മൾ എന്തുകൊണ്ടോ എങ്ങനെയോ ഈ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെടാനും ശ്രീമദ് ഭാഗവതം എടുക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കുടുംബത്തിലെ ഒരാളായിരിക്കും ആദ്യം ഡ്യൂട്ടി ആവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ഒരാളായിരിക്കും ആദ്യം ഡ്യൂട്ടി ആവും.
അത് വീട്ടിൽ പോയി പറയുമ്പോൾ ഭയങ്കര അടിയും പിടിയും വെട്ടും കുത്തും വീട്ടിൽ നടക്കും. ശരിയല്ലേ? അത് കേട്ട് പേടിച്ച് കുറെ ദിവസം പിന്നെ സ്കൂളിൽ നമുക്ക് പോകാനേ പറ്റത്തില്ല, പാകം ക്ലാസ്സിൽ വരാനേ പറ്റത്തില്ല. അങ്ങനെ സംഭവിക്കും. പിന്നെ മാല എടുക്കുമ്പോൾ വീട്ടുകാരെ കാണുമെന്ന് പേടിച്ച് നമ്മൾ റൂമിൽ കുറ്റിയിട്ടിട്ടൊക്കെ എന്തോ ഒരു കള്ളക്കടത്ത് പരിപാടി ചെയ്യുമ്പോൾ ഇരുന്നാണ് പലരും നാമം ജപിക്കുന്നത്. പലരും ബാത്റൂമിൽ ഇരുന്ന് നാമം ജപിക്കുന്നവരും വീട്ടുകാരെ കണ്ട പ്രശ്നം. കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? ആ വീട്ടുകാരിൽ 1, 2, 3 പറഞ്ഞ അവരെല്ലാം ഡ്യൂട്ടിയായി മാറും. എന്താണ് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. എല്ലാവർക്കും ഏതോ ഒരു കണ്ണി മിസ്സിംഗ് ആണ്. ആ കണ്ണി എന്ത് അന്വേഷിച്ച് നടക്കുകയാണ്. അത് ഈ ജന്മത്തിൽ തുടങ്ങിയതല്ല ഈ അന്വേഷണം. അഹദോ ബ്രഹ്മ ജിജ്ഞാസ, ഈ അന്വേഷണം കോടിക്കണക്കിന് മുമ്പേ തുടങ്ങി എന്നാണ് ഭൗതിക ലോകത്ത് നമ്മൾ പതിച്ചത്. അന്ന് മുതൽ ഈ വിട്ടുപോയ കണ്ണി അന്വേഷിച്ച് ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം കിട്ടാതെ മരിക്കും നമ്മൾ ഓരോ ജന്മവും. പക്ഷെ ആ ജന്മം വരെ നമ്മൾ ആധ്യാത്മികമായി എന്തെങ്കിലും ഒരു ക്ലൂ നമ്മൾ മനസ്സിലാക്കിയിട്ട് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ അവിടെ നിന്നും തുടങ്ങാനുള്ള ഭാഗ്യം ഭഗവാൻ തരും. അതാണ് ആധ്യാത്മികമായ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം. ആധ്യാത്മിക വിദ്യാഭ്യാസം എവിടെ നിന്നാണോ നമ്മൾ നിർത്തിയത് അവിടെ നിന്ന് മെച്ചപ്പെടുത്തി തുടങ്ങാൻ പറ്റും. പക്ഷെ ഭൗതികമായ വിദ്യാഭ്യാസം LKG മുതൽ തുടങ്ങി PhD എടുത്ത് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ വീണ്ടും LKG മുതൽ തുടങ്ങണം. പക്ഷെ ആധ്യാത്മിക ലൈഫ് അങ്ങനെ എവിടെ നിന്നാണോ നിർത്തി അവിടെ തുടങ്ങിയത്. അതാണ് ഈ ലോകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില ആൾക്കാർക്ക് 40 വയസ്സുണ്ടാവും, 4 വയസ്സിന്റെ ബുദ്ധി പോലും കാണും. ചില ആൾക്കാർ 4 വയസ്സേ കാണത്തുള്ളൂ, പക്ഷെ 40 വയസ്സിന്റെ അറിവുള്ളതുപോലെ പക്വതയോട് വരും. അതിന് കാരണം പൂർവ്വജന്മത്തിൽ ആർജിച്ച ആധ്യാത്മിക ജ്ഞാനമാണ് ആ പക്വതയിലുള്ള വ്യത്യാസത്തിന്. കേൾക്കുന്നുണ്ടോ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാല് നമ്മൾ കുറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമേ ഒരുമിച്ച് വരത്തുള്ളൂ. ഈ ഒരുമിച്ച് വരുന്ന സമയം നമ്മുടെ യഥാർത്ഥ നമ്മുടെ എന്നേക്കുമ്പോൾ നമ്മുടെ കൈവിടാതെ നമ്മളെ കൊണ്ടുവരുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങിയ 100 സ്റ്റെപ്പ് തിരിച്ചു വരുന്ന നമ്മുടെ ഭഗവാനെ കുറിച്ചുള്ള നമ്മുടെ ആത്മബന്ധം പുതുക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കാനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കേണ്ടത്. അതാണ് യഥാർത്ഥ സ്നേഹം. അതാണ് ഒരു അച്ഛൻ മക്കളോട് ചെയ്യേണ്ടത്. അതാണ് ഒരു ഗുരു ശിഷ്യനോട് ചെയ്യേണ്ടത്. ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ടത്. ഒരു ഭാര്യ ഭർത്താവിനോട് ചെയ്യേണ്ടത്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ ചെയ്യേണ്ടത്. ഒരു ബന്ധു മറ്റൊരു ബന്ധുവിനെ ചെയ്യണം. കാരണം താൽക്കാലികമായിട്ട് നമ്മൾ വന്ന ഈ ചെറിയ കാലഘട്ടത്തിനിടയിൽ എന്നേക്കും അവർക്ക് ഗുണമുള്ള രീതിയിൽ ഒന്നും തന്നെ നമുക്ക് ഈ ലോകത്ത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ ബസ്, അവരുടെ വണ്ടി അവർ തന്നെ സ്വയമേ ഡ്രൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് പരമാത്മാവായിട്ടുള്ള ബന്ധം അവരെ മനസ്സിലാക്കി കൊടുക്കുക മാത്രമേ നമുക്ക് ഈ ലോകത്ത് ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഹരേ കൃഷ്ണ ഭക്തന്മാര് മറ്റുള്ളവരെ കാണുമ്പോൾ എല്ലാം ജപിക്കണമെന്നും വായിക്കണമെന്നും സത്സംഗത്തിൽ വരണമെന്ന് പറയാറുണ്ട്. പക്ഷെ പലരും വരാറുണ്ടോ? എന്നാൽ യുവമാര് വീണ്ടും അവരെ കാണുമ്പോൾ എല്ലാം അത് തന്നെ പറഞ്ഞു. കാരണം ഈ തത്വം അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നമുക്ക് കഴിയട്ടെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാവർക്കും കൃഷ്ണഭക്തിയിലേക്ക് എത്തിച്ചേരാൻ നമ്മളാൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയുമാറാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്യാം. ഭഗവാൻ നമ്മൾ അതിനുവേണ്ടി അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇന്നത്തെ ശ്ലോകവുമായി ബന്ധപ്പെട്ട് ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ചർച്ചകളോ എന്തെങ്കിലും ഈ കർമ്മഫലവും വിധിയും തമ്മില് ഒറ്റനോട്ടത്തിൽ കറക്റ്റാണ് എന്ന് നമുക്ക് തോന്നും. കുറെയൊക്കെ സത്യവുമാണ്. പക്ഷെ ഈ കർമ്മഫലമായാലും വിധിയായാലും മനുഷ്യജന്മത്തിൽ മാറ്റാൻ പറ്റും. വിധി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തത് എന്നതാണ് വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കർമ്മം കൊണ്ട് വിധിയായി മാറ്റാം. അതായത് ഖട്വാംഗ മഹർഷി, ഖട്വാംഗം എന്ന് പറഞ്ഞൊരു രാജാവാണ്. അദ്ദേഹത്തിന് ഇനി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നൊരാഗ്രഹം. അദ്ദേഹം ഒരു വരം കിട്ടിയപ്പോ ഇനി എത്ര കാലം ജീവിക്കും എന്ന് അറിയണം എന്നുള്ള രീതിയിലാണ് ആ വരം ഉപയോഗിച്ചത്. മനസ്സിലാക്കാൻ കഴിഞ്ഞു 1 സെക്കൻഡ് കൂടെ അദ്ദേഹത്തിന് സമയമുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അടുത്ത സെക്കൻഡ് അദ്ദേഹം എന്ത് ചെയ്തു? വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് കൃഷ്ണനെ മാത്രം സ്മരിച്ചു മരിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന്റെ പരിപൂർണത, ലൈഫിന്റെ ഒരു ജീവിതത്തിന്റെ പരിപൂർണത അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഈ വരം കിട്ടാതെയാണ് ആ 1 സെക്കൻഡ് മരിച്ചിരുന്നെങ്കിൽ കൃഷ്ണനെ കുറിച്ച് ചിലപ്പോൾ ഓർക്കാതെ മരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷൻ വേറെ എവിടെയെങ്കിലേക്കായി. പക്ഷെ അദ്ദേഹം ആ 1 സെക്കൻഡേ ഉള്ളെന്ന് അറിഞ്ഞപ്പോ വേറെ എല്ലാം മറന്ന് കൃഷ്ണ എന്ന് വിളിച്ചങ്ങ് മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷൻ നേരെ വൈകുണ്ഠത്തിലേക്ക്.
അത് വിധി പ്രകാരം അദ്ദേഹം ആ ജന്മത്തിൽ എവിടെ പോകേണ്ട ആളായിരുന്നു, ഭഗവാന്റെ അടുത്ത് പോകേണ്ട ആളായിരുന്നു. എന്നാൽ അദ്ദേഹം അവസാന നിമിഷം കൃഷ്ണനെ കുറിച്ച് മരിക്കുന്നവർ ഭഗവാന്റെ അടുത്ത് വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ ബാക്കി ഒരു കർമ്മഫലവും ഇനി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് വൈകുണ്ഠത്തേക്ക് പോകണം. അല്ല, അത് തെറ്റാണ്. അതായത് അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ജപിക്കാതിരിക്കുന്നതിനും കാരണം വിധിയാണെന്ന് പറഞ്ഞാണ്. ഈ മനുഷ്യജന്മത്തിന് മാത്രം ഒരു പ്രത്യേകത നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, മനുഷ്യജന്മത്തിന് മാത്രമേ പതനമുള്ളൂ. മറ്റു ഏത് ജീവശരീരം നമുക്ക് കിട്ടിയാലും മരിച്ചിട്ട് ജനിച്ചാൽ കുറച്ചുകൂടി ഉയർത്തപ്പെട്ട ശരീരമേ കിട്ടും. ഒരു പുഴുവായിട്ട് മരിച്ചിട്ട് ജനിക്കുമ്പോൾ അടുത്ത ജന്മം ഒരു ജന്തുവായിട്ട് കിട്ടും, കുറച്ചുകൂടി വലിയ ശരീരത്തിൽ. അത് മരിച്ചിട്ട് ജനിക്കുമ്പോൾ ഒരു പറവയായിട്ട് കിട്ടും. അതിനുശേഷം മരിച്ചിട്ട് ജനിക്കുമ്പോൾ ഒരു നാൽക്കാലിയായിട്ട് കിട്ടും. അപ്പൊ മരിച്ചിട്ട് ജനിക്കുമ്പോൾ എല്ലാം ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവോ ജീവസ് ജീവ, അത് അതിന്റെ ആഹാരം കഴിക്കും, ആ പാവം അതിനെ അഫക്ട് ചെയ്യില്ല. മരിച്ചിട്ട് ജനിക്കുമ്പോൾ അതിനേക്കാൾ ഉയർത്തപ്പെട്ട ശരീരം കിട്ടും. എന്നാൽ മനുഷ്യനിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ ബോധമണ്ഡലത്തിന്റെ വികാസം പരിപൂർണമായും ഉണ്ടാവുന്ന ഒരു ശരീരം, ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റിയോടുകൂടിയുള്ള ഒരു ശരീരമാണ് മനുഷ്യ ശരീരം. അവിടെ വന്നിട്ട് മൃഗത്തിന്റെ പണിയാണ് ചെയ്യണമെങ്കിൽ അവിടെയാണ് പതനമുള്ളത്. ബാക്കി എല്ലാ ജന്മത്തും മരിച്ചിട്ട് ജനിക്കുമ്പോൾ ഉയർച്ച, ബോധമണ്ഡലത്തിലുള്ള ഉയർച്ചയുള്ള ശരീരമാണ് കിട്ടുന്നത്. അപ്പൊ ബോധമണ്ഡലത്തിന്റെ ഏറ്റവും ഉയർച്ചയുള്ള ശരീരം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യ ശരീരം. അവിടെ കിട്ടിയിട്ടും ചെയ്യേണ്ട ആക്ടിവിറ്റി, ഡിവോഷണൽ ആക്ടിവിറ്റി ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ BMW ചാണകം കയറ്റിയതുപോലെ, BMW ചാണകം കയറ്റാനുള്ള തന്നത് നമുക്കറിയാവുന്ന പണി ചാണകം സപ്ലൈ ആണ്. അപ്പൊ ഭഗവാൻ പറയും, നിനക്ക് പെട്ടിയാട്ടം മതി, BMW ഞാൻ തിരിച്ചെടുക്കും, മനുഷ്യ ശരീരം തിരിച്ചെടുക്കും, മൃഗത്തിനെ പോലുള്ള ശരീരം നമുക്ക്. ആ ബോധമണ്ഡലം ഏതാണോ ആ ശരീരത്തിലേക്ക് താഴ്ത്തപ്പെടും. പിന്നെയും നമ്മൾ മനുഷ്യ ജന്മം ഉയർത്തപ്പെടും. പക്ഷെ പിന്നെ മനുഷ്യജന്മം കിട്ടണത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റും. 84 ലക്ഷം ജീവശരീരത്തിൽ ഏതോ ഒന്ന് മാത്രമാണ് മനുഷ്യര്. ബാക്കി 84 ലക്ഷത്തിൽ കറങ്ങിക്കൊണ്ടേയും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ മനുഷ്യജന്മം കിട്ടണമെന്നില്ല, കിട്ടിയാൽ തന്നെ കൃഷ്ണനെ കുറിച്ച് കേൾക്കാൻ പറ്റണമെന്നില്ല, ഭക്തന്മാരുടെ സംഘം കിട്ടണമെന്നില്ല, ഭാഗവതം നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. മൃഗത്തിനെ പോലെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരില്ലേ, അവരെ പോലെയൊക്കെ ആയിപ്പോവും മനുഷ്യരെ കിട്ടിയാൽ കൂടി. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ജന്മത്തിൽ എന്തെങ്കിലും ഡിവോഷൻ സർവീസ് ചെയ്തിട്ട് മരിക്കുകയാണെങ്കിൽ നമ്മൾ നിർത്തിയെടുത്ത് തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ ആ ഒരു സെക്കൻഡ് ചാൻസ് നമ്മൾ എടുക്കണ്ട. ഈ ജന്മത്തിന് പോകണം എന്നാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. വിധിയെ മറികടക്കാൻ മനുഷ്യ ജീവിതം കൊണ്ട് പറ്റും. മനുഷ്യ ജീവിതത്തിലെ ആക്ടിവിറ്റി കൊണ്ട് ഒരു വിധിയെ മറികടക്കാൻ പറ്റും. മറ്റൊരു കഥ പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്നത്, ഒരു രാജാവിന്റെ പേര് ഞാൻ മറന്നു. ഒരു രാജാവ് അർദ്ധരാത്രിയിൽ നിന്ന് അർദ്ധരാത്രി ഒരു പശുവിനെ കാവൽ നിന്നു. ഏത് രാജാവിന്റെ മകൻ കുറച്ചു ദിവസം ഒരു മുനിയുടെ അടുത്ത് പോയി സേവനം ചെയ്തുകൊണ്ടിരുന്നു. ആ മുനിക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ മറ്റുള്ള ഉപദ്രവമൊന്നും വരാതെ നോക്കാൻ വേണ്ടി രാത്രിയിൽ അദ്ദേഹം അവിടെ ഉണർന്ന് വാള് വെച്ചുകൊണ്ടിരിക്കുന്നു. കുത്താ കൂരിയിട്ടായിരുന്നപ്പോ അവിടെ എന്ത് വന്നു, ഒരു പുലി വന്നു. പുലിയല്ല, കടുവ വന്നു. അപ്പൊ കടുവ വന്ന് ഈ പശുവിനെ തിന്നാൻ വേണ്ടി ഓടി വന്നു എന്ന് അറിഞ്ഞപ്പോ ഇത് എന്ത് ചെയ്തു, വാളെടുത്ത് ആ കടുവയെ വെട്ടി. പക്ഷെ ആ കൂരിട്ടായതുകൊണ്ട് വെട്ടിയത് ആരായി പോയി, പശുവിനായി. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോ സൂര്യൻ ഉദിച്ച് വെളുത്തപ്പോ നോക്കിയപ്പോ ആരെ കൊന്നിരിക്കുന്നു, പശുവിനെ കൊന്നിരിക്കുന്നു. അപ്പൊ പശുവിനെ കൊന്ന ഏത് പാവമാണ്? പാപത്തിൽ കൂടിയ ഇനമാണ് ബ്രഹ്മഹത്യാപാപം. അതാരെ ബാധിച്ചിരിക്കുന്നു? ഇയാളെ ബാധിച്ചിരിക്കുന്നു. അപ്പത്തേക്കും ആ മുനി ഇയാളെ ശപിക്കുകയും കൂടെ ചെയ്തു. ഞാൻ നിന്നെ സംരക്ഷിക്കാനാണ് നിന്നെ ഏൽപ്പിച്ചത്, നീയാണ് നശിപ്പിച്ചിരിക്കുന്നത്. നോക്കിയപ്പോ പുലി കടിച്ചല്ല മരിച്ചത്, ഇദ്ദേഹത്തിന്റെ വെട്ടുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ശാപം കൂടെ കൊടുത്തു. അപ്പൊ ഇത് അദ്ദേഹം സ്വമനസാലെ അർഹിക്കുന്നതാണോ? അല്ല, ഇദ്ദേഹം നല്ലതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ തെറ്റ് അറിയാതെ പറ്റിപ്പോയി. അവിടെ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാമോ? ഇദ്ദേഹം ഉടനെ സർവ്വതംഗ പരിത്യാഗിയായി എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്യുവർ ഡിവോഷണൽ സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇനിയുള്ള ദിവസം മാറ്റി വെച്ചു. മനസ്സിലായോ? അവസാനം ഇദ്ദേഹം ഏതോ ഒരു ശാപം കൊടുത്തു. ആ ശാപം അനുഭവിക്കാതെ തന്നെ അതേ ജന്മത്തിൽ തന്നെ വൈകുണ്ഠത്തിൽ തിരിച്ചു ബാധിക്കുന്നു. അപ്പൊ ആ സാധാരണ ശാപം ഉണ്ടെങ്കിൽ ആ ശാപം അനുഭവിക്കണ്ടേ? പക്ഷെ ഈ ഇദ്ദേഹം ശാപം അനുഭവിച്ചു, ഡിവോഷണൽ സർവീസ് ചെയ്ത് അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് തിരിച്ചു പോയി. മനസ്സിലായോ? സാധാരണഗതിയിൽ അവനവൻ ചെയ്ത കർമ്മത്തിൻ ഫലം അവനവൻ അനുഭവിച്ചിടുന്നേ വരൂ. എന്നാൽ ആരാണോ ഡിവോഷണൽ സർവീസ് ചെയ്യുന്നത്
അവർക്ക് പൂർവ്വജന്മ കർമ്മഫലം അനുഭവിക്കാതെ തന്നെ പോകാം, ഭഗവാന്റെ അടുത്ത് തിരിച്ചു. മനസ്സിലായോ? അപ്പൊ അതാണ് ആ കഥയിലൂടെ പറയുന്നത്. ആ മുനിയുടെ പേരും ആ ശാപം കൊടുത്ത മുനിയുടെയും അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാൻ മറന്നു. പക്ഷെ ഇങ്ങനെ ഒരു കഥ ഭാഗവത്തിൽ, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. അപ്പൊ അതിനർത്ഥം എന്താണ്? വിധി അതിജീവിക്കാൻ ഡിവോഷണൽ സർവീസ് കൊണ്ട് പറ്റും. ഹരേ കൃഷ്ണ മഹാമന്ത്ര യുഗധർമ്മം കൊണ്ട് പൂർവ്വജന്മ കർമ്മ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി പ്രാപിക്കാൻ പറ്റും. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ അഹം തോ സർവ പാപയോവി മോശ സർവ പാപങ്ങളിൽ നിന്നും ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. ഈ സർവ്വപാപം ഏതാണ്? പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. അതിന് കാർമിക് റിയാക്ഷൻ ഉണ്ട്. എന്നാൽ നീ എന്നെ ശരണം പ്രാപിക്കുന്ന പക്ഷം ആ പാപത്തിൽ നിന്ന് ഞാൻ മുക്തനാക്കി വരും. അപ്പൊ അതിനർത്ഥം എന്താ? കർമ്മഫലം അനുഭവിക്കണ്ട എന്ന് തന്നെയാണ്. അതാണ് 10 അപരാധങ്ങളിൽ ഒരു അപരാധം എന്താണ്? എന്താണ് അതിൽ പറയുന്നത്? എന്താണ്? നാമജപത്തിന്റെ ബലത്തിൽ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കരുത്. കാരണം നാമജപം ജപിക്കുമ്പോൾ പാപങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. അതറിയാവുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യുകയും വീണ്ടും വീണ്ടും നാമം ജപിക്കുകയും ചെയ്യരുത്. പത്മപുരാണം പ്രകാരം അങ്ങനെ ചെയ്യരുത് എന്നാണ്. അതിനർത്ഥം നാമജപം കൊണ്ട് പൂർവ്വജന്മ കർമ്മഫലം അനുഭവിക്കേണ്ട എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ അത് എങ്ങനെ ആവാൻ പാടില്ല? തിങ്കൾ മുതൽ ശനി വരെ പാപം ചെയ്യുകയും ഞായറാഴ്ച രാവിലെ പോയി കുമ്പസരിക്കുകയും ഇതുവരെയുള്ള പാപം എല്ലാം തീർന്നു, ഇനി മുതൽ നമുക്ക് പുതിയ പാപം ചെയ്യാം എന്നുള്ള ലൈസൻസ് അല്ല കുമ്പസാരം. എന്നതുപോലെ നാമജപം കൊണ്ട് പൂർവ്വജന്മ കർമ്മഫലം നമുക്ക് അനുഭവിക്കാതെ ഊരിവിടാമെങ്കിലും നാമം ജപിക്കുന്നത് കൊണ്ട് പാപങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പത്മപുരാണത്തിൽ വിധിയുണ്ട്. അതിനർത്ഥം നാമം ജപിക്കുമ്പോൾ പാപം തീരുമെന്ന് തന്നെയല്ലേ. വേറെന്താ? ഹരേ കൃഷ്ണ. മാജി ക്ലിയർ ആയോ? വേറെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? ക്ലിയർ ആണോ? സമയമായി അല്ലേ? ഓക്കെ ഓക്കെ ശരി. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി, ശ്രീല പ്രഭുപാദ് കി, ശ്രീല ഗുരുദേവ് കി, ഗൗര പ്രമന്ദേ ഹരി ജയ. Sure.